ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ, ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അച്ഛാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഋതികയെ ഇരിക്കപ്പെടണം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ എന്തിനാണായിട്ട് നടക്കുന്നത്? ശേഖരേട്ടനൊന്ന് വിളിച്ചു നോക്കാം. എന്നാ പിന്നെ പ്രതാപേട്ടനെ വിളിക്കാം. ഇനി എന്ത് ചെയ്യും ദൈവമേ? ആനയും അച്ഛനും കൂടെ ഇങ്ങനെ നേർക്ക് നേർ വരികയായിരുന്നു. ആന ചിഹ്നം വിളിച്ച്, അച്ഛൻ ലോകത്തില്ലാത്ത അസഭ്യം വിളിച്ച്. ആനയും നിങ്ങളുടെ അച്ഛനും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആ കൊച്ചിനൊരു ഫോൺ വന്നിട്ടുണ്ട്. അതെ, ആനയ്ക്കൊരു അല്പനേരം റെസ്റ്റ് കൊടുക്ക. ഇവരുടെ ഈ നുണക്കഥ കേൾക്കുന്ന നമ്മളെ വേണം ചൂരലിനടിക്കാൻ. ഹലോ ചെറിയമേ. മോളെ, രാജു ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ ചെറിയമേ. മോള് രാജുവിനൊന്ന് ഫോൺ കൊടുക്ക്. ഞാൻ കൊടുക്കാം ചെറിയമേ. ചെറിയമേ. എന്താ മേഡം? രാജു, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? രാജു, ആ അംബികേച്ചി ഇവിടെ ഒരു ജോത്സ്യനെ വിളിച്ചു വരുത്തിയിരിക്കുക. ഇവിടുന്ന് പോയ ആ പെൺകുട്ടി ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്താൽ ആ കുഞ്ഞ് ജനിക്കുന്നതോടെ വർമ്മ സാറിന് ജീവഹാനി സംഭവിക്കും. വീട് വിട്ടുപോയ ആ പെൺകുട്ടി മരിച്ചുപോയെന്ന് കരുതി അവളെ പടിയടച്ച് പിണ്ടം വെക്കണം. മനസ്സിലായില്ലേ? ഇരിക്കപ്പിണ്ടം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇവര് നടത്താൻ പോകുന്ന ഈ കർമ്മം എങ്ങനെയൊന്ന് തടയണം. മേഡം തൽക്കാലം ഫോൺ വെക്കേ. ഞാൻ അച്ഛനും ഹൃദയമായിട്ടൊന്ന് ആലോചിക്കട്ടെ. സൂര്യാസ്തമനത്തിന് മുമ്പ് ഈ കർമ്മം. അതിനു മുമ്പ് ഇതിന് പരിഹാരം കണ്ടെത്തണം. ശരി മേഡം. ശരി. എന്താ രാജു? എന്താടാ, എന്താ പ്രശ്നം? അവരവസരം കിട്ടുമ്പോ പത്തി വിരിച്ച് കൊത്താൻ നോക്കാച്ചാ. ആരാണെന്നൊന്ന് തെളിച്ചു പറയടാ. അംബിക മേഡം. അവരോ? അവര് മാഡം ഒന്നുമല്ല. ദേ, ഇവരെ പോലെ കീടോ. ഇപ്പൊ എന്താ പ്രശ്നം പറ രാജു. വർമ്മ സാറിന് വരുന്ന കഷ്ടകാലങ്ങൾ പരിഹരിക്കാൻ അംബിക മേഡം ഒരു ജോത്സ്യരെ വിളിച്ചു വരുത്തി. അത് അംബികയുടെ കുതന്ത്രമാണ്. എന്നിട്ട് ബാക്കി പറയടാ. വർമ്മ സാറിന് ദുർമരണുണ്ടാവും. ആ കഷ്ടകാലമൊക്കെ മാറണമെങ്കിൽ ഋതുവിനെ ഇരിക്കപ്പിണ്ടം വെക്കണമെന്നാ. ഇരിക്കപ്പിണ്ടോ? എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴോ? കരയാതെ മോളെ. ഇതവളുടെ വേലയാ, അംബികയുടെ. വർമ്മ സാറിന്റെ ചേച്ചിയായി പോയി.
ഇല്ലെങ്കിൽ ഞാൻ അവളെ തട്ടിക്കളഞ്ഞിട്ട് ജയിലിൽ പോയേനെ. ഹോ, എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊലച്ചതിയാ. ആ, യ്യോ, ഒരാള് ജീവിച്ചിരിക്കുമ്പോ ശേഷക്രിയ നടത്തുകയോ? ഇത് കൊലച്ചതിയല്ല, കൊലപാതകമാ, കൊലപാതകം. അതമ്മേ, മോള് കരയാതെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ല ഇവിടെ ആരുമില്ലേ? നീർക്കോലിയെ പോലും തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലടി മണ്ടി. കേസെടുക്കും, കേസ്. എടാ മോനെ, ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അച്ഛാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഋതികയെ ഇരിക്കപ്പെടണം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ എന്തിനാണായിട്ട് നടക്കുന്നത്? ഇനി അവരെന്റെ പെണ്ണിന്റെ നേരെ വന്ന അവരുടെ ചോര കണ്ടേ ഞാൻ അടങ്ങും. ചോര വീഴ്ത്താതെ കൈകാര്യം ചെയ്യാം. അവളുടെ ചോരയല്ല നമുക്ക് കാണേണ്ടത്, കണ്ണീരാ. അവള് പൊട്ടി പൊട്ടി കരയണം. ആ കണ്ണീര് നമ്മുടെ മോള് കാണണം. ഇത് തടയാൻ നീ നിന്റെ വഴി നോക്ക്, ഞാൻ എന്റെ വഴി നോക്കാം. ആ, കരയാതെ. ഇത് കരയണ്ട. നിന്റെ കഴുത്തി കിടക്കുന്ന താലി ഞാൻ കെട്ടിയതാ. എന്റെ ഋതുവിനെ കരയിപ്പിക്കുന്നവരെ ഈ രാജു കരയിപ്പിക്കും. അതിനെ യാതൊരു സംശയം വേണ്ട. കേട്ടില്ലേ? ഇതിലപ്പുറം ഒരു പെണ്ണിന് എന്ത് പുണ്യ വേണ്ടത്? മോള് കരയണ്ട. എല്ലാ സാധന സാമഗ്രികളും വാങ്ങണം. ഒന്നും മറക്കണ്ട. ഇന്ന് സൂര്യാസ്തമയത്തിന് മുന്നേ കർമ്മം നടന്നിരിക്കണം. അതിന് ഒരു വ്യത്യാസവും വരാൻ പാടില്ല. അകലെ